കൈരളി അഗ്രോസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ചലച്ചിത്ര അഭിനേതാവ് തിലകനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. രാജ്യം കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭകളിലൊരാളായ തിലകൻ സ്വാഭാവികമായ ഡയലോഗ് പ്രസന്റേഷനിലൂടെ തന്റേതായ അഭിനയ ശൈലിയുടെ ഉടമയാണ്. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ പഞ്ചായത്തിലെ പ്ലാങ്കമണൽ പാലപ്പുറത്ത് TS കേശവന്റെയും ദേവയാനിയുടെയും മകനായി 1935 ഡിസംബർ 8 ജനനം. സെന്റ് ലൂയിസ് കാത്തലിക് സ്കൂൾ, നാലാംവയൽ, കോട്ടയം MD സെമിനാരി സ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 1955 അഭിനയ ജീവിതം തുടരുന്നതിനായി കോളേജ് വിട്ടു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്ത് സജീവമായിരുന്നു. കോളേജ് വിട്ട ശേഷം മുണ്ടക്കയം നാടക സമിതിക്ക് രൂപം കൊടുത്തു. 1966 വരെ KPSCയുടെ ഭാഗമായിരുന്ന തിലകൻ പിന്നീട് കൊല്ലം കാളിദാസ കേന്ദ്രം, ചങ്ങനാശ്ശേരി ഗീത എന്നീ നാടക സംഘങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. തുടർന്ന് PJ ആന്റണി രൂപം കൊടുത്ത നാടക സമിതിയിലും പ്രവർത്തിച്ചു. PJ ആന്റണിയുടെ മരണശേഷം ആ നാടക ട്രൂപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിപ്പിച്ചു. ഇതിനിടയിൽ റേഡിയോ നാടകങ്ങൾക്കും തിലകൻ ശബ്ദം നൽകി. PJ ആന്റണിയുടെ ഏക സംവിധാന സംരംഭമായിരുന്ന പെരിയാർ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചതെങ്കിലും ആദ്യം പുറത്തിറങ്ങിയത് ഗന്ധർവക്ഷേത്രം എന്ന സിനിമയാണ്. 1 മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള ഒരു റോളായിരുന്നു ആ സിനിമയിൽ. അദ്ദേഹത്തിന് പിന്നീട് 1979 മുതലാണ് സിനിമയിൽ സജീവമായത്. KG ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയാണ് ആ അഭിനയ യാത്രയുടെ തുടക്കം കുറിച്ചത്. 1982 KG ജോർജ് സംവിധാനം ചെയ്ത യവനിക എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് തിലകൻ കരസ്ഥമാക്കി. തുടർന്ന് ഏറെ അവാർഡുകൾ തിലകനെ തേടിയെത്തി. 1990 പെരുന്തച്ചൻ, 1994 സന്താനഗോപാലം, ഗമനം എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങൾ ആ വർഷങ്ങളിലെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിന് തിലകൻ അർഹനായി. 2007 ഏകാന്തം എന്ന ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര ജൂറിയുടെ പ്രത്യേക പുരസ്കാരം നേടി. 2009 രാജ്യം പത്മശ്രീ നൽകി തിലകനെ ആദരിച്ചു. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 2 തവണയാണ് തിലകന് ലഭിക്കാതെ പോയത്. 1986 ഇരകൾ, 1990 പെരുന്തച്ചൻ എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് ഈ അവാർഡ് പരിഗണിക്കപ്പെട്ടിരുന്നത്. മലയാളത്തിൽ 300-ലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട തിലകനെ 1981 റിലീസായ കോലങ്ങളിലെ കള്ളുവർക്കി എന്ന കഥാപാത്രമാണ് കാമ്പുള്ള വേഷങ്ങളിലേക്ക് നയിച്ചത്. യവനിക, ഗമനം, കാട്ടുകുതിര, ജാതകം, ഋതുഭേദം, പെരുന്തച്ചൻ, തനിയാവർത്തനം, സന്താനഗോപാലം, മൂന്നാം പക്കം, സ്ഫടികം, കിലുക്കം എന്നിവ തിലകന്റെ അഭിനയ പ്രതിഭ തെളിയിച്ച ചിത്രങ്ങളാണ്. 2010 താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിവാദങ്ങൾ ഉൾപ്പെട്ട് ഏറെ നാൾ സംഘടനയിൽ നിന്ന് പുറത്തായിരുന്നു. ഇതിനെ തുടർന്ന് ചലച്ചിത്ര സംഘടനകൾ വിലക്കേർപ്പെടുത്തിയെങ്കിലും മഹാനടനെ അനുകൂലിച്ച് സാംസ്കാരിക നായകന്മാർ രംഗത്തെത്തി. ഈ വിഷയത്തിൽ ഏറെ ജനപിന്തുണയും ലഭ്യമായിരുന്ന തിലകൻ പിന്നീട് മിനി സ്ക്രീനിൽ സജീവമായെങ്കിലും മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് വീണ്ടും അവസരങ്ങൾ തിലകനെ തേടിയെത്തി. ഒടുവിൽ വിവാദങ്ങൾ ഒഴിഞ്ഞ 2011 രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഇന്ത്യൻ റുപ്പിയിൽ ശക്തമായ വേഷം ചെയ്തു. 2012 അൻവർ റഷീദ് സംവിധാനം നിർവഹിച്ച ഉസ്താദ് ഹോട്ടലിലും മികച്ച വേഷമായിരുന്നു തിലകനെ കാത്തിരുന്നത്. 3 പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര അഭിനയത്തിലൂടെ ജീവിതഗന്ധിയായ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. മലയാളത്തിൽ 300-ലേറെ സിനിമകളിൽ വേഷമിട്ട തിലകൻ 2012 സെപ്റ്റംബർ 24